അവര് പറഞ്ഞിട്ട് പോയി ഒരു വണ്ടി വാങ്ങിക്കൊടുത്തു, ഒരു വീട് കെട്ടി കൊടുത്തു, ശലം വാങ്ങിക്കൊടുത്തു, അതുകൊണ്ട് ഇത്ര പൈസ ഇട്ട് കൊടുത്തു. അതൊക്കെ വെറുതെ അവരെയൊക്കെ വെറുതെ അങ്ങനെ പറഞ്ഞിട്ട് പോയതാണ്. ഇത് പഞ്ചായത്തിൽ കെട്ടി തന്ന വീടാണ്. പക്ഷെ നമ്മൾക്ക് തന്നു ഇല്ലെന്ന് പറഞ്ഞില്ല, CM 1,00,000 പൈസ തന്നു. അതിന് ഷീറ്റൊക്കെ വാങ്ങി കിട്ടും. അവരാരും ഒരു പൈസ തന്നു. അത് നല്ല സംഖ്യയായി അവർക്ക്. നല്ല സംഖ്യ. ഇതാ നിങ്ങളെ പഴയ താമസം? ഇതാണ് നമ്മളെ വീട്. ഇപ്പൊ ഇത് കെട്ടിയ വീടാണ്. ഈ വീട് നമ്മൾ പൊളിച്ച് നമുക്ക് ഒരു നല്ലൊരു വീട് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞതാണ് ചെന്നൈയിലേക്ക്. അവർ ഇതുവരെ ആരും ഒന്നും കണ്ടില്ല. ഞാനിപ്പോ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ്. ശരി, ഭക്ഷണം കഴിച്ചിട്ട് ആന അവിടെ കുറച്ച് നീര് പൊട്ടിരിക്കണം. അപ്പൊ അതിനിപ്പോ നോക്കിക്കൊണ്ടിരിക്കണം. ചിലപ്പോ എന്തെങ്കിലും സംഭവിച്ചപ്പോ നമ്മള് ബദൽ പറയണേ. ഫുൾ ടൈം ഇരിക്കണം ഇവിടെ. ആന മാത്രമാണോ ഇവിടെ വളർത്തുന്നത്? വളർത്തുന്നത് ആന മാത്രം. പിന്നെ കാടിനുള്ളിൽ സഫാരിയൊക്കെ കൊണ്ടുപോകണ വണ്ടി ഉണ്ട്, വണ്ടിയിൽ പോയി കാണാം. ആന സഫാരി ഉണ്ട്, ആന സഫാരിയൊക്കെ നിർത്തിയിരിക്കുകയാണ്. ഇതിപ്പോ ശരിക്കും ഇത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര വർഷം ഉണ്ടായിരുന്നു? അത് കുറെ ദിവസം ഉണ്ടായിരുന്നു. വർഷങ്ങളെടുത്താ? നേരത്തെ 2 വർഷത്തോളം ഷൂട്ട് ചെയ്യുന്ന ആന കുഞ്ഞ് കുറച്ച് വലുതായി വരുമ്പോ കുറച്ചെടുക്കും, പിന്നെ പോവും. പിന്നെ ആന കുഞ്ഞ് കുറച്ച് വലുതാകുമ്പോ അപ്പൊ വരും. അങ്ങനെ എടുത്തതാണ് ഇതൊക്കെ. കുറെ കാലം എടുത്തു. കുറെ കാലങ്ങൾ എടുത്തു. അവര് അങ്ങനെ വലിയ ടീമായിട്ട് വന്നിട്ട്? അവരൊക്കെ ബോംബെ ഡയറക്ടർമാര്, അവരെ ക്യാമറമാനൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പൊ പെർമിഷനൊക്കെ അവർക്ക്? പെർമിഷനൊക്കെ ഇവിടെ നിന്ന് സെന്നിൽ നിന്ന് വാങ്ങിയതാണ്. CM അടുത്ത് വാങ്ങി. അവര് ഉണ്ടെങ്കിൽ തരട്ടെ, അല്ലെങ്കിൽ നമ്മളൊന്നും സോച്ചൊന്നും പോണില്ലല്ലോ. അവരായി ഉണ്ടാക്കിയതാണ് ഇതൊക്കെ. അവര് വണ്ടി വാങ്ങിക്കൊടുത്ത്, വീട് കെട്ടിക്കൊടുത്ത്, അക്കൗണ്ടിൽ ഇത്ര പൈസ ഇട്ട് കൊടുത്തു. അതൊക്കെ വെറുതെയാണ് പറഞ്ഞത്. അത് പറയാൻ പാടില്ലായിരുന്നു. ഞങ്ങള് ഡൽഹിക്ക് വിളിച്ചിട്ട് പോയിരുന്നു. അവാർഡൊക്കെ ഞങ്ങൾ പോയിട്ടില്ല. അമേരിക്ക ഞങ്ങളൊന്നും പോയിട്ടില്ല. അമേരിക്ക അവാർഡ് വാങ്ങിട്ട് വന്ന് ഡൽഹിക്ക് വിളിച്ചിരുന്നു. ഡൽഹിയിൽ പോയിട്ട് നമ്മൾ ഞാൻ എന്റെ കയ്യിൽ ഒരു അവാർഡ്, വീട്ടിൽ ഒരു അവാർഡ് പിടിച്ച് ഒരു ഫോട്ടോ എടുത്തു. വരുമ്പോ 10 രൂപ ചായ കൂടി തന്നിട്ടില്ല. എയർപോർട്ടിൽ വന്ന് കയറ്റി വിടുമ്പോ ആ ഡ്രൈവറാണ്, നമ്മളെ കാറിന്റെ ഡ്രൈവറാണ് വന്ന് കയറ്റി വിട്ടത്. വന്ന് നേരെ കോയമ്പത്തൂർ വന്ന്, കോയമ്പത്തൂർ വരുമ്പോ ഒരു ചായ കൂടി 10 രൂപ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ അറിഞ്ഞ ആൾക്കാരിങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾക്ക്. അപ്പൊ അവർക്ക് വിളിച്ച് പറഞ്ഞ് അവരൊരു വണ്ടി വിളിച്ച്, പിന്നെ അവർ ചായക്ക് പൈസയൊക്കെ ചോരൊക്കെ വാങ്ങി തന്ന് ഞങ്ങൾ ഇവിടെ കൊണ്ടു ഡ്രാപ്പാക്കി പോയി. പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞതൊന്നും അവർ പോയി ഇടുന്നത് വേറെ ആയിരിക്കും. ഫോറസ്റ്റ് കരയണല്ലോ, അറിഞ്ഞാറിന്റെ ഇടാൻ പാടില്ലല്ലോ. ഇപ്പൊ ബോംബെ വിളിച്ചിട്ട് പോയിരുന്നു, ഡൽഹിക്ക് വിളിച്ചിട്ട് പോയിരുന്നു, ചെന്നൈക്ക് വിളിച്ചിട്ട് പോയിരുന്നു. അതൊക്കെ വിളിച്ചിട്ട് പോയതൊക്കെ കറക്റ്റാണ്. ഞാൻ അതിനൊന്നും ഒരു കുറ്റം പറഞ്ഞില്ല. അവര് ചെയ്യണം. അവര് തന്നെ പറഞ്ഞു പോയതാണ്. അവര് പറഞ്ഞു നിങ്ങക്ക് തന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, പറയാൻ പാടില്ല. ആന ക്യാമ്പ് വരെ അത്ര ടൂറിസ്റ്റുകൾ നമ്മൾ നിർത്തി ഫോട്ടോ എടുത്തിട്ട് അവര് എന്തെങ്കിലും നമ്മൾ ചായക്ക് എന്തെങ്കിലും തന്നിട്ട് പോകും. ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ വാങ്ങിച്ചില്ലെന്ന് പറയാൻ പാടില്ലല്ലോ. നമ്മള് അവര് ചെയ്യണം. കണക്കിൽ നോക്കില്ല. ഇപ്പൊ ഞങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നല്ലൊരു പേര് പൂകളൊക്കെ നല്ല വാങ്ങിക്കൊടുത്തു. ആന കുഞ്ഞിനെ വളർത്തി ഇത്രയൊക്കെ വാങ്ങിക്കൊടുത്തു. ആനക്ക് എത്ര പ്രായമായി? ആനക്കിപ്പോ ഒരു 7-8 വയസ്സായിട്ടുണ്ടാവും. ചെറിയ കുഞ്ഞിൽ കൊണ്ടല്ല, ഒരു 1.5 മാസം. ഇവിടെ നല്ല തേനിക്കണ്ണിക്കോട്ട, ഓസൂർ, ബാംഗ്ലൂർ അവിടുന്ന് കിട്ടിയതാണത്. ഇപ്പൊ 2-3 കുഞ്ഞും വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ പറഞ്ഞതാണ്. നമ്മളെക്കൊണ്ട് പറ്റില്ല, നിങ്ങൾ ആരെങ്കിലും വെച്ച് നോക്കിക്കൊണ്ടു. ഇല്ല, നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ഒരു കുഞ്ഞിനെ വളർത്തി ഇത് വലുതാക്കണം. നമ്മൾ ഏതിനും പോകാൻ പറ്റില്ല. വീട്ടിൽ എന്തെങ്കിലും പരിപാടിക്കൊന്നും പോകാൻ പറ്റില്ല. അതേമാതിരി ആനക്കുഞ്ഞിന് എപ്പോഴും ആളുണ്ടാവണം. ഒരു കുറച്ചത്തെ മാറി കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യും. എവിടെ പോകാൻ പാടില്ല. ആനക്കുഞ്ഞിന് അപ്പം തന്നെ അത് പാലൊക്കെ കറിയോ പാല് കൊടുക്കണം, ചെയ്യണം, റൂം ക്ലീൻ ആക്കണം. കുറെ പണികളുണ്ട്. നമ്മൾ ആനക്കുഞ്ഞ് വെറുതെ നമ്മൾ ആനക്കുഞ്ഞ് രാത്രി പകൽ അതിനൊപ്പം തന്നെ നിൽക്കണം. അത് ഉറങ്ങണ വരെ ഞങ്ങൾ കാത്തിരുന്ന് പാല് കൊടുത്ത് അത് ഉറക്കിച്ച് വേണം നമ്മൾ ലേശം ഭക്ഷണം കഴിക്കണമെങ്കിൽ, പിന്നെ പാല് കൊടുക്കണമെങ്കിൽ കൊടുത്തിട്ട് അത് ഉറങ്ങിയ ശേഷം ഞങ്ങൾ കുറെ ദിവസം വീട്ടിൽ വന്ന് ഒന്നും ഉണ്ടാക്കില്ല. ആനക്കുഞ്ഞിക്ക് ഭയങ്കര ഇതായിപ്പോയി നമുക്കൊക്കെ. നിങ്ങൾ ഈ ഓഫീസർമാർ എന്താ പറയണത്? ശരി, നിങ്ങൾ ഇത്ര കൊല്ലം പണിയെടുത്തില്ലേ, ശരി, ഇന്നും വേറെ നിങ്ങൾ ഒരു ആന തന്നിട്ട് അതൊന്നും ഇപ്പോഴത് പറയണം. അതിനെ പറയണം. നിങ്ങൾ പോയോണ്ട് നിങ്ങൾ ഈ ആനയെ കുഞ്ഞിക്ക് വേണ്ട വേറെ ആളെ വിട്ടിട്ടെന്ന് പറഞ്ഞ നമ്മൾക്ക് എത്ര ഒരു സങ്കടവും വേദനയൊക്കെ ഉണ്ടാവും. നമ്മൾ ചെറിയ കുഞ്ഞിൽ വളർത്തി വലുതാക്കി എടുക്കുമ്പോഴത്തേന് രാത്രി പകൽ ഉറക്കുണ്ടാവില്ല. കരഞ്ഞുകൊണ്ടേയിരിക്കും പാലിന് വേണ്ടി. ഞങ്ങൾ പാല് കൊടുക്കണം. കുറെ
ഒരു 1.5 വയസ്സ് ഒരു 1.5 വയസ്സ് വരെ പാല് കൊടുക്കണം. ഈ പില്ലൊക്കെ നന്നായിട്ട് ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം, അപ്പൊ തന്നെ കുറച്ച് പാലൊക്കെ നിർത്തും. അപ്പൊ കുറച്ച് പാല് കൊടുക്കും.